ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ, അതിൻ്റെ ഒരു സ്ലൈഡ് പുറകോട്ട് പോയി. ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ ആണ്. അതായത് പിന്നെ നമുക്ക് ഈ ലിക്വിഡ് രൂപത്തിലുള്ള ഇപ്പൊ എണ്ണ ആയാലും അതുപോലെ തന്നെ നമ്മുടെ സോൾവെന്റ്സ് ലിക്വിഡായിട്ട് വരുന്ന പല സാധനങ്ങൾ, ഹാൻഡ് വാഷ്, മറ്റ് ജ്യൂസുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ. പല ചെറുകിട യൂണിറ്റുകൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മോഡലാണ്. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. പേപ്പർ ലേബലിലും ചെയ്യും. ഓക്കെ, ഇത് ഒരു പിസ്റ്റൺ സിലിണ്ടർ മോഡലാണ്. ഈ പിസ്റ്റൺ സിലിണ്ടറിൽ നമുക്ക് ഇതിന്റെ വോളിയം അതിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. 50 ml, 100 ml, 200 ml എന്ന് പറഞ്ഞ് നമുക്ക് ആ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വോളിയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഈ ഫില്ലിങ് കിട്ടും. പിന്നീട് നമുക്കത് പാക്കേജിങ് അതിനെ ക്യാപ്പ് ചെയ്താൽ മതി. ക്യാപ്പ് ചെയ്യുന്നതിന് വേറെ മെഷീൻ ഉണ്ട്. ക്യാപ്പിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് ആ ഒരു മെഷീന്റെ മോഡൽ. ലിക്വിഡ് മോഡലാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ടോ എന്തെങ്കിലും? സെൻസർ ഉണ്ടോ? ഏതാ ഇതിന്റെ വില എത്ര വരും? നോക്കട്ടെ, 50,000 രൂപ വരും. കേൾക്കുന്നില്ല, ആരും ഇത് ചോദിക്കുന്നുണ്ട്, ക്ലിയർ അല്ല, അങ്ങോട്ട് പറഞ്ഞേ. ഹലോ, ഈ മെഷീനിൽ സെൻസർ ഉണ്ടോ? സെൻസർ ഒന്നുമില്ല. ഇല്ല, സെൻസർ ഇല്ല. അതിനകത്തൊരു മോട്ടറും ഒരു റിഡക്ഷൻ ഗിയറും ഉള്ളത്. കോക്കനട്ട് ഓയിൽ ഒക്കെ ഫില്ല് ചെയ്യാം സാറേ. ഏതാ? കോക്കനട്ട് ഓയിൽ ഒക്കെ ഫില്ല് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഫില്ല് ചെയ്യാം. ഓക്കെ. കെമിക്കൽ ഫില്ല് ചെയ്യാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഈ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഇതിനകത്ത് കുറെ റബ്ബർ വാഷറുകളൊക്കെ ഉണ്ട്. അപ്പൊ റബ്ബർ വാഷറുകൾക്ക് എന്തെങ്കിലും ഉരുകിപ്പോവും അങ്ങനെ ചെയ്യുന്ന കെമിക്കൽ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ആ കെമിക്കലിനനുസരിച്ച് ഈ വാഷറൊക്കെ മാറ്റേണ്ടി വരും. എന്നിട്ട് അത് ചെയ്യേണ്ടി വരും. അത് എന്ത് കെമിക്കലാന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. മെത്തേഡ് ഇത് തന്നെ മതി. സിവിൻ സോൾവെന്റിന് ഇതല്ല. സിവിൻ സോൾവെന്റിന്റെ മെഷീൻ വേറെയാണ്. അതനുസരിച്ച് സിമെന്റ് സോൾവെന്റ് നമ്മൾ ഒരിക്കൽ ഫില്ലിങ് നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ട പിടിക്കും. അപ്പൊ ഈ പിസ്റ്റൺ വർക്ക് ചെയ്യാതെ വരും. അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യൽ മെഷീനാണ് ചെയ്യുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ 500 ml, 1 ലിറ്റർ അങ്ങനെ. ഞാൻ മുഴുവൻ കേട്ടില്ല. എന്റെ റേഞ്ച് കുറവാണോ എന്നറിയില്ല, അവിടുത്തെ ആണോ എന്നറിയില്ല. ഇവിടെ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞേ. അതായത് ഈ ഇതിന്റെ അളവ് ക്രമീകരിക്കുന്നുണ്ടോ? ഈ ഫില്ലിംഗ് അളവ്, അതായത് 500 ml, 1 ലിറ്റർ അങ്ങനെ ക്രമീകരിക്കാം. സോൾവെന്റ് സിമെന്റിന്റെ മെഷീന്, ഫില്ലിംഗ് മെഷീൻ ഡബിൾ ഹെഡ് 140. ഡബിൾ ഹെഡ് വരും 140. ഏതാ? 1,40,000 രൂപ ഡബിൾ ഹെഡ്. അത് ഇതുപോലെ ചെറിയ മെഷീൻ അല്ല, അത് കുറച്ചുകൂടി വലിയ മെഷീനാണ്. ഈ ടൈപ്പ് അല്ല കേട്ടോ. അതെ, ഇത് ടേബിൾ ടോപ്പ് മെഷീനാണ്. മറ്റേത് അങ്ങനെയല്ല, ഒരു വലിയ മോഡലായിട്ടാണ് വരുന്നത്. ചെയ്യാം. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻക്യുബേഷൻ ഇല്ല. അതിന്റെ മെഷീൻ ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കോമൺ മെഷീനറീസ് ആണ് ഇൻക്യുബേഷനിൽ വരുന്നത്. അതിങ്ങനെ 1-2 ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നത്. അതും അതിന്റെ അജിറ്റേറ്റർ ടാങ്കും ഒക്കെ ആയിട്ട്.
കോക്കനട്ട് ഓയിൽ ചെയ്യുന്ന മെഷീൻ തന്നെ. സാർ ഇത് ഫില്ലിംഗ് മാത്രമല്ലേ ഉള്ളൂ, അത് സീലിംഗ് ഉണ്ടോ? അല്ല, ക്യാപ്പ് ചെയ്യണത് വേറെ മെഷീൻ. അത് നമുക്കൊരു 25,000 രൂപയ്ക്കുള്ള ഒരു ക്യാപ്പിംഗ് മെഷീൻ ഉണ്ട്, അതിൽ ചെയ്യാം. ഈ ഫില്ല് ചെയ്തതിന് ശേഷം ആ ക്യാപ്പിംഗ് മെഷീനിലേക്ക് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, അത് തനിയെ ക്യാപ്പ് മുറുകും കേട്ടോ, ക്യാപ്പ് അതിനകത്ത് വെച്ചിട്ട്. ഓക്കെ സാർ.